ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ IG-ക്കും DIG-ക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. CPI മുഖപത്രത്തിൽ ADGPക്ക് പരിഹാസം. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ചു കയറി അപകടം. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ വാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. തൃശൂരിൽ വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. 7.5 ലക്ഷം രൂപ വിലമതിക്കുന്ന കഞ്ചാവ് ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ആളില്ലാത്ത നിലയിൽ 2 ബാഗുകളിലായി 12 കിലോ 275 ഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് ലഭിച്ചത്. പോലീസ് ഓഫീസർമാരായ ഗോകുൽദാസ്, മുഹമ്മദ് ലത്തീഫ്, ധർമ്മചന്ദ്രൻ, സുരേഷ്, ശ്രീജ രാജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ IG-ക്കും DIG-ക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. തൃശൂർ പൂരം അലങ്കോലമാകുന്ന സമയം IG-യും DIG-യും സ്ഥലത്തുണ്ടായിരുന്നു. എന്നാൽ ഇവർ എന്ത് ചെയ്തു എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്ന് റിപ്പോർട്ടിലുണ്ടെങ്കിലും തുടർ നടപടി ശുപാർശ ചെയ്യുന്നില്ല. വീഴ്ചയുടെ ഉത്തരവാദി കമ്മീഷണർ മാത്രമാണെന്ന് റിപ്പോർട്ടിലുണ്ട്. മുൻ കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ സ്വീകരിച്ച നടപടിയെ റിപ്പോർട്ടിൽ ന്യായീകരിക്കുന്ന നിലപാടാണ് ADGP സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ADGP അജിത് കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ട് ഉടൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. ADGPക്ക് CPI മുഖപത്രത്തിന്റെ പരിഹാസം. കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരം എന്നാണ് അജിത് കുമാർ തമ്പുരാന്റെ കണ്ടുപിടുത്തം എന്നതാണ് പരിഹാസം. അജിത് കുമാർ നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടെന്ന് വിമർശനം. പൂരം കലക്കിയിട്ടില്ലെങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട്. പൂരം കലക്കൽ വേളയിലെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളെന്ന ചിത്രത്തിൽ വ്യക്തം. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ നീക്കം വീഡിയോയിൽ വ്യക്തമാണ് എന്നിങ്ങനെ ADGPക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുഖപത്രത്തിലുള്ളത്. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറിയ അപകടം. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5:30യോടെയാണ് അപകടമുണ്ടായത്. ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് പാലയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. നിയന്ത്രണം വിട്ട കാർ റോഡിന്റെ എതിർദിശയിലുണ്ടായിരുന്ന വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു വീണു. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. കല്ലൂർ നായരങ്ങാടിയിൽ നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഞായറാഴ്ച അർദ്ധരാത്രിയായിരുന്നു അപകടം. കാറിന്റെ മുൻഭാഗം തകർന്നു. മേഖലയിലെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഇന്ന് വൈകിട്ടോടെ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനാകുമെന്ന് KEB അധികൃതർ അറിയിച്ചു. അഴീക്കോടൻ രാഘവന്റെ 52ാം രക്തസാക്ഷിത്വ വാർഷിക ദിനം CPM ഇന്ന് ആചരിക്കുന്നു. രക്തസാക്ഷിത്വ ദിനാചരണത്തിന് തുടക്കം കുറിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പതാക ഉയർത്തി. തുടർന്ന് അഴീക്കോടൻ രാഘവൻ കുത്തേറ്റ് വീണ ചെട്ടിയങ്ങാടിയിലെ സ്മൃതി മണ്ഡപത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. ജില്ലാ സെക്രട്ടറി MM വർഗീസ് പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, ഏരിയ സെക്രട്ടറി K രവീന്ദ്രൻ, ചുമട്ടുതൊഴിലാളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KU സുരേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ UP ജോസഫ്, PK ഷാജൻ എന്നിവർ പങ്കെടുത്തു. തെക്കേ ഗോപുര നടയിൽ നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വന്യമൃഗശല്യമുള്ള താളൂപ്പാട മുപ്ലി ഫോറസ്റ്റ് റോഡിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. ഹാരിസൺ പ്ലാന്റേഷനിലേക്കുള്ള തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി പേർ സഞ്ചരിക്കുന്ന റോഡാണിത്. മുപ്ലി ഗ്രാമത്തിലുള്ളവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗവും ഈ റോഡ് തന്നെയാണ്.
പുലി, കാട്ടാന എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാൽ രാത്രിയിൽ ഭീതിയോടെയാണ് ആളുകൾ ഇതുവഴി കടന്നുപോകുന്നത്. വഴിവിളക്കുകൾ ഇല്ലാത്തതിനാൽ റോഡരികിൽ നിൽക്കുന്ന മൃഗങ്ങളെ ദൂരെ നിന്ന് കാണാനാകാത്തതിൽ പുലർച്ചെ ടാപ്പിംഗിനായി പോകുന്ന തൊഴിലാളികൾ പലപ്പോഴും പുലിയുടെയും കാട്ടാനയുടെയും മുന്നിൽ അകപ്പെടാറുള്ളതായി പറയുന്നു. മുപ്ലി തേക്ക് തോട്ടത്തിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ മുതൽ മുപ്ലി ഗ്രാമത്തിലെ ജനവാസ പ്രദേശം വരെയുള്ള 500 മീറ്ററോളമാണ് ഇവിടെ വഴിവിളക്കുകളില്ലാത്തത്. ഇവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനായി 1 വർഷം മുമ്പ് വനം വകുപ്പ് അധികൃതർ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. തന്നെ ഇവിടെ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ വന്യജീവികളുടെ ഈ തരത്തിലുള്ള ആക്രമണം തടയുന്നതിനും ഇവിടെ ലൈറ്റിംഗ് സംവിധാനം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടും അതിനും ഒരു നടപടിയില്ലാത്തൊരു സാഹചര്യം. ഇവിടെ ജനങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് വന്യജീവികൾക്ക് മാത്രം ഇവിടെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കി നൽകിയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഉദ്യോഗസ്ഥരും. അപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ ഇനി തുടർന്നും ഇതിനെതിരെ നടപടികളില്ലെങ്കിൽ ജനങ്ങൾ വലിയ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങും എന്നാണ് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ മീഡിയ വിഷൻ ഡയറക്ടറും ഡിവൈൻ പ്രസ് ഉടമയും സിയോൺ സ്റ്റുഡിയോ മാനേജിംഗ് പാർട്ണറുമായ ജേക്കബ് ജെറോമിന്റെ മാതാവ് റിട്ടയർഡ് അധ്യാപികയായ ബ്രിജിത്ത് നിര്യാതയായി. 85 വയസ്സായിരുന്നു. ചേലക്കര കൊള്ളന്നൂർ പരേതനായ തോമസിന്റെ ഭാര്യയാണ്. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് ചേലക്കര സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിൽ നടക്കും. ദേശീയപാത മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് പോയ ലോറി മണിക്കൂറുകളോളം റോഡിൽ കുടുങ്ങി. ക്രെയിനെത്തിച്ചാണ് ലോറി മാറ്റിയത്. പാലീക്കര ടോൾ സമാന്തര പാതയിലേക്ക് കടന്ന ലോറിയാണ് റോഡിന് കുറുകെ കുടുങ്ങിയത്. പെരുമ്പാവൂരിൽ നിന്ന് എറവക്കാട്ടെ ഓട്ട് കമ്പനിയിലേക്ക് വന്ന ലോറിയാണ് കുടുങ്ങിയത്. ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുത്തനെയുള്ള ഇറക്കവും വളവും മൂലം നിരവധി അപകടങ്ങളാണ് നടന്നിട്ടുള്ളത്. ടോൾ ഒഴിവാക്കി പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. മടവാക്കര റോഡിലേക്ക് കടക്കുന്ന ഭാഗത്തിനോട് ചേർന്നുള്ള താഴ്ചയിലേക്ക് വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് മറിയുന്നതും പതിവാണ്. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞയാഴ്ച മടവാക്കര ഭാഗത്തുനിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച ബൈക്കുകൾ അപകടത്തിൽപ്പെട്ടിരുന്നു. നിരന്തരം അപകടമുണ്ടാകുന്ന ഭാഗത്തെ റോഡ് വീതി കൂട്ടി നിർമ്മിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിയും പഞ്ചായത്ത് അധികൃതരും ഇടപെടണമെന്ന് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. കൃഷി ഇറക്കാൻ ആളില്ല. കൊടുങ്ങല്ലൂരിന്റെ പൊക്കാളിപ്പെരുമ പടിയിറങ്ങുന്നു. മധ്യകേരളത്തിന്റെ തനത് നെല്ലിനമായ പൊക്കാളി പ്രകൃതിദത്തമായ കൃഷിരീതിയിലൂടെ വിളയിച്ചെടുക്കുന്ന നെല്ലാണ്. ഉപ്പുവെള്ളം കയറുന്ന പാടശേഖരത്തിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. ഒരു തവണ നെല്ലും അടുത്ത തവണ ചെമ്മീനും കൃഷി ചെയ്യുകയാണ് പതിവ്. കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശം പൊക്കാളി കൃഷിക്ക് പ്രശസ്തമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി ഇവിടങ്ങളിൽ പൊക്കാളി കൃഷി ഇറക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ്. 360 ഹെക്ടർ പ്രദേശത്താണ് ഇവിടെ പൊക്കാളി കൃഷി ചെയ്തു വന്നിരുന്നത്. യന്ത്രസഹായമില്ലാതെ പരമ്പരാഗത രീതിയിൽ നിലമൊരുക്കിയാണ് കൃഷി ഇറക്കുന്നത്. പൊക്കാളി നെല്ലിന്റെ അരിക്ക് രുചിയും ഔഷധ ഗുണവും ഏറെയാണ്. 6 മാസമാണ് പൊക്കാളി കൃഷിയുടെ കാലപരിധി. മൂപ്പെത്തിയ നെൽച്ചെടി ഏതാണ്ട് 4 അടിയോളം ഉയരത്തിൽ വളരും. മികച്ച ഉൽപാദനക്ഷമതയും പൊക്കാളിയുടെ സവിശേഷതയാണ്. പൊക്കത്തിൽ ആളി നിൽക്കുന്നതുകൊണ്ടാണ് പൊക്കാളി എന്ന പേര് വന്നത്. ലവണാംശമുള്ള മണ്ണിലും വളരാനും വിളയാനും കഴിയുന്ന പൊക്കാളി നെല്ലിന് വെള്ളപ്പൊക്കവും വെള്ളക്കെട്ടും അതിജീവിക്കാനുമുള്ള കഴിവുമുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൽ മൂടിക്കിടന്നാലും ഈ നെൽച്ചെടി ചീഞ്ഞു പോകില്ല. വെള്ളം വാർന്നു പോകുന്നതോടെ പഴയ കരുത്തോടെ ഉയർന്നു നിൽക്കും. കാലാവസ്ഥയെ അടിസ്ഥാനമാക്കി മാത്രം കൃഷി ചെയ്യാൻ കഴിയുന്ന കാർഷിക വിളയാണിത്. കൃഷി ചെയ്യാനായി ജൈവരാസവള പ്രയോഗമോ ജൈവരാസ കീടനാശിനി പ്രയോഗമോ വേണ്ട എന്നതാണ് പൊക്കാളി കൃഷിയുടെ മറ്റൊരു സവിശേഷത. വിഷുവിന് ശേഷം പൊക്കാളിപ്പാടങ്ങളിൽ ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി അവസാനിക്കുകയാണ് പതിവ്. അതോടെ മത്സ്യകൃഷി അവസാനിക്കും. തുടർന്ന് പൊക്കാളി നെൽകൃഷി ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. എന്നാൽ ഇന്ന് പൊക്കാളി കൃഷി അന്യം നിൽക്കൽ ഭീഷണിയുടെ നിഴലിലാണ്. പുല്ലൂറ്റ് നാരായണമംഗലം പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന പൊക്കാളി പാടശേഖരങ്ങൾ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനവും പ്രവർത്തനത്തിനുള്ള ചെലവും അധികരിച്ചതുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് പൂർണ്ണമായിട്ടും ആ കൃഷി ഇല്ലാതായി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭ പദ്ധതി നിർവഹണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഫണ്ടുകൾ മാറ്റിവെച്ച ഒരവസരത്തിൽ ഒരുപക്ഷെ കർഷകർക്ക് ചെറിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളെങ്കിലും ലഭിച്ചിരുന്നു. ഇപ്പോൾ പൊതുവിൽ അത്തരത്തിലുള്ള കൃഷി ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു
ആ പദ്ധതി പ്രവർത്തനത്തിൽ ഫണ്ട് മാറ്റിവെക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വികസനത്തിന്റെ പേരിൽ പാടങ്ങൾ ഇല്ലാതായതും ആധുനിക ചെമ്മീൻ കൃഷിയിലേക്ക് കർഷകർ കൂടുതലായി ശ്രദ്ധ തിരിച്ചതുമാണ് പൊക്കാളി കൃഷി ഇല്ലാതാകാൻ പ്രധാന കാരണം. മധ്യ കേരളത്തിന്റെ പൈതൃക പാരമ്പര്യം പേറുന്ന പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ തലത്തിൽ നടപടികളില്ലാത്തതും ഈ കൃഷിരീതിയെ തളർത്തിയിട്ടുണ്ട്. തൃശൂർ ജില്ലയുടെ തെക്കൻ മേഖലയിലും എറണാകുളം ജില്ലയുടെ വടക്കൻ മേഖലയിലുമാണ് പൊക്കാളി കൃഷി നടന്നു വന്നിരുന്നത്. കൊടുങ്ങല്ലൂരിൽ പൊക്കാളി കൃഷി ഇറക്കൽ ഇല്ലാതായതോടെ നാടിന്റെ കാർഷിക പെരുമ നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. സ്ഥിരം കുറ്റവാളിയായ യുവാവിനെ കാപ്പ ചുമത്തി നാടുകടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്വദേശി അലങ്കാരത്ത് പറമ്പിൽ ചാച്ചു എന്ന് വിളിക്കുന്ന ഷാമോനെയാണ് തൃശൂർ DIG തോംസൺ ജോസിന്റെ ഉത്തരവ് പ്രകാരം 1 വർഷക്കാലത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. കണ്ണംകുളങ്ങര സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. പാറളം പള്ളിപ്പുറത്ത് കിണറ്റിൽ വീണ വയോധിക മരിച്ചു. പാറളം സ്വദേശി മേലിറ്റ വീട്ടിൽ 79 വയസ്സുള്ള വത്സലയാണ് മരിച്ചത്. തൃശൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായും മ്യാൻമറിന് മുകളിലായും ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. 2 ചക്രവാത ചുഴിയുടെ സാഹചര്യത്തിൽ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാലാണ് മഴ വീണ്ടും ശക്തമാകുന്നത്. അടുത്ത 7 ദിവസം വരെ മഴ തുടരാനാണ് സാധ്യത. അതേസമയം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചാവക്കാട് തിരുവത്ര കോട്ടപ്പുറത്ത് CPM കോൺഗ്രസ് സംഘർഷം. നഗരസഭാ കൌൺസിലർ അടക്കം 5 പേർക്ക് പരിക്ക്. നഗരസഭാ 3-ാം വാർഡ് കൌൺസിലർ പ്രിയ മനോഹരൻ, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗം PS മുനീർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പുത്തൻ കടപ്പുറം ചാലിൽ മിദ്ലാജ്, ചാലിൽ അഫ്നാസ്, കാളിടകത്ത് ബിലാൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കോട്ടപ്പുറം സെന്ററിൽ ദേശീയപാത സർവീസ് റോഡിൽ മാർഗതടസ്സം സൃഷ്ടിച്ച് കൂട്ടം കൂടി നിന്നിരുന്ന ഇവരോട് വഴിയിൽ നിന്ന് മാറി നിൽക്കുവാൻ ആവശ്യപ്പെട്ടതാണ് തങ്ങളെ ആക്രമിക്കാൻ കാരണമെന്ന് കൌൺസിലറും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ PS മുനീർ പറഞ്ഞു. എന്നാൽ കോട്ടപ്പുറം സെന്ററിൽ വെച്ച് തങ്ങളെ അകാരണമായി സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. വിവാഹ ദിനത്തിൽ കല്യാണപ്പെണ്ണും അച്ഛനും ചേർന്ന് അവതരിപ്പിച്ച ഡാൻസ് വൈറലായി. ചന്ദ്രാപിനി സ്വദേശി ലാലുവാണ് മകൾ ദേവികയുടെ വിവാഹവേദിയിൽ മക്കളോടൊത്ത് ഡാൻസ് കളിച്ചത്. പുലരി മൈത്രി ആർട്സ് സമിതിയുടെ 13-ാം വാർഷിക ആഘോഷ പരിപാടികൾ സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ കലാമത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ച വിദ്യാർത്ഥികൾക്ക് സീനിയർ സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് KP കമലാകരൻ മെമന്റോകൾ സമ്മാനിച്ചു. ഷാജു കൊണ്ടോളി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർമാരായ G ജയരാജ, ശ്യാം ശങ്കർ, നിത്യ ശ്യാം, കൌൺസിലർ സജിത ഷിബു, മനോജ് കോരപ്പത്ത്, K നാണു, TK ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. മഹാരാഷ്ട്ര കോലാപൂരിൽ നടന്ന സോണൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ-17 54 കിലോ വെയ്റ്റ് കാറ്റഗറിയിൽ തൃശൂർ ദേവമാത CMI പബ്ലിക് സ്കൂളിലെ 11-ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ മധു ഗോൾഡ് മെഡൽ നേടി. ഗോൾഡ് മെഡൽ നേടിയതോടെ ഒക്ടോബറിൽ ഹരിയാനയിൽ നടക്കുന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതിന് അർഹത നേടി. തൃശൂർ ബോക്സേഴ്സിൽ കോച്ച് ദിനീപ് ദിവാകരന്റെ ബോക്സിംഗ് വിദ്യാർത്ഥിയാണ് അമൽ മധു. Achievement under the weight category 54 to 57, and here are the winners.
പാടത്തെ കളിക്കൂട്ടുകാർ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും വിദ്യാഭ്യാസ അവാർഡ് ചടങ്ങും സംഘടിപ്പിച്ചു. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പാടത്തെ കളിക്കൂട്ടുകാർ സംഘടന പ്രസിഡന്റ് പ്രസാദ് പുന്നമ്പലത്ത് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും പോലീസ് മെഡലിന് അർഹനായ തൃശൂർ ACP സലീഷ് N ശങ്കരനെ സുനിൽ പൊന്നമ്പലത്ത് ചടങ്ങിൽ ആദരിച്ചു. വിവിധ തലങ്ങളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി. താന്യം സ്കൂളിലെ ഡിജിറ്റൽ ക്ലാസുകളിലേക്ക് ഫാനുകളും ലൈറ്റുകളും സംഘടനാ സ്കൂൾ അധികൃതർക്ക് കൈമാറി. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം കൈമാറി. താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ, സംഘടനാ സമിതി ചെയർമാൻ പ്രതാപൻ പാണപ്പറമ്പിൽ, സെക്രട്ടറി ബിജുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സെപ്റ്റംബർ 14 മുൻപ് ഇറക്കുമതി ചെയ്ത റിഫൈൻഡ് അൺറിഫൈൻഡ് ഓയിലിന്റെ വില വർദ്ധിപ്പിക്കരുതെന്ന് ഓൾ കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിരവധി കമ്പനികളാണ് നിലവിൽ വൻതോതിൽ ഓയിൽ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. 14-ാം തീയതിക്ക് മുമ്പ് ഇറക്കുമതി ചെയ്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന എണ്ണയ്ക്ക് വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സർക്കാർ നിരീക്ഷിക്കണം. ഇറക്കുമതി ചെയ്ത ഓയിലിന് ടാക്സ് വർദ്ധിപ്പിച്ചാൽ ഇതിന് ആനുപാതികമായി വില വർദ്ധിക്കും. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 22% വില വർദ്ധിക്കാനുള്ള സാഹചര്യം കൂടി സർക്കാർ നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന് ബേക്കേഴ്സ് അസോസിയേഷൻ നിവേദനം നൽകിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരള ബേക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കിരൺ S പാലക്കൽ, അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ഇബ്രാഹിം, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ, അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CP പ്രേംരാജ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അഷ്റഫ് നല്ലളം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പൈങ്കുളം രാമചാക്യാർ അനുസ്മരണ യോഗം പാഞ്ഞാൾ ഗ്രാമീണ വായനശാലയിൽ സംഘടിപ്പിച്ചു. രാമചാക്യാരുടെ ഛായാചിത്രത്തിന് മുന്നിൽ കലാമണ്ഡലം രാമചാക്യാർ, കലാമണ്ഡലം ഗിരിജാദേവി, പൈങ്കുളം നാരായണ ചാക്യാർ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. പ്രൊഫസർ CM നീലകണ്ഠൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രമേശൻ നമ്പീശൻ അധ്യക്ഷത വഹിച്ചു. KB രാജനന്ദ്, കലാമണ്ഡലം രാജീവ്, കൃഷ്ണകുമാർ, കനകകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പാഞ്ഞാൾ ദേവസ്വം മാനേജർ നെല്ലിക്കാട്ട് നീലകണ്ഠൻ നമ്പൂതിരി, വായനശാല പ്രസിഡന്റ് വിജയാനന്ദ്, PN ശ്രീരാമൻ എന്നിവർ സംസാരിച്ചു. സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. CPM നെല്ലുവായി സെന്റർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അഴീക്കോടൻ ദിനം ആചരിച്ചു. അനുസ്മരണ യോഗം CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം TK ശിവൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PT ദേവസി, നെല്ലുവായി സെന്റർ ബ്രാഞ്ച് സെക്രട്ടറി NM മിഥുൻ, MP അബു, TK വേണു, NS വേലായുധൻ, രാജൻ മുത്തു, KP വിൽസൺ, റിജോ തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പരിപാടിയുമായി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിറങ്ങി ചെട്ടിയങ്ങാടിയിലൂടെ നടന്നു. ലീപ് ഇയർ ഫ്രണ്ട് സ്ഥാപകൻ ഷാജി റാഫേലിനെ കണ്ണമ്പുഴ പെരിഞ്ചേരി കുടുംബയോഗം അനുമോദിച്ചു. ഫാദർ റാഫേൽ പെരിഞ്ചേരി പൊന്നാട് അണിയിച്ചു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോളി ജെറീഷ് പെരിഞ്ചേരി ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ പാവറട്ടി യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PR പോൾസൺ യൂണിറ്റ് വാർഷികം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KG സദാശിവൻ അധ്യക്ഷത വഹിച്ചു. റോബർട്ട് നീലങ്കാവിൽ, KU മനോജ്, VM ജോൺസൺ, NC റഷീദ്, AA ഫ്ലോറൻസ്, AF സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സഞ്ജയൻ സ്മൃതി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന ചടങ്ങ് ഡോക്ടർ SK വസന്തൻ ഉദ്ഘാടനം ചെയ്തു. മലയാള ഹാസ്യ സാഹിത്യ ശാഖയ്ക്ക് കൃത്യതയാർന്ന ദിശയും വ്യക്തമായ രൂപവും കൊടുക്കുന്നതിൽ സഞ്ജയൻ നൽകിയ സംഭാവനകൾ വായനാ സമൂഹം ഇനിയും ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിത്യ P വിശ്വം, P വിനോദ് എന്നിവർ മുഖ്യപ്രഭാഷണങ്ങൾ നടത്തി. ഫോറം പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് നഫീസത്ത് BV എന്നിവർ സംസാരിച്ചു. എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സഞ്ജയനെ കുറിച്ച്
പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ശാരീരിക പീഡനത്തിനിരയാക്കിയെന്ന പരാതിയിൽ ട്യൂഷൻ മാസ്റ്ററെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളാഞ്ചിറ സ്വദേശി ശരത്താണ് അറസ്റ്റിലായത്. ട്യൂഷൻ സെന്ററിൽ വന്ന പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് വഴി സൌഹൃദം സ്ഥാപിക്കുകയും ഫോട്ടോയെടുത്ത് ഭീഷണിപ്പെടുത്തുകയും 2021 മുതൽ പലതവണ ശാരീരികമായി ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കൊടകര, ആളൂർ എന്നിവിടങ്ങളിൽ 3 സെന്ററുകളുടെ ഉടമയാണ് ശരത്ത്. ഇയാളെ റിമാൻഡ് ചെയ്തു. വിശ്വകർമ്മ സൊസൈറ്റി ജില്ലാ പ്രതിനിധി സമ്മേളനവും തൃശൂർ താലൂക്ക് കമ്മിറ്റി രൂപീകരണവും നടന്നു. സംസ്ഥാന പ്രസിഡന്റ് TR മധു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് VD ഗോപി അധ്യക്ഷത വഹിച്ചു. തൃശൂർ താലൂക്ക് പ്രസിഡന്റായി ഉണ്ണികൃഷ്ണനെ യോഗം തെരഞ്ഞെടുത്തു. വിശ്വകർമ്മ ജയന്തി ദിനം പൊതു അവധിയായി പ്രഖ്യാപിക്കണമെന്നും ദേവസ്വം ബോർഡിൽ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന നേതാക്കളായ VG സുന്ദരൻ, സെക്രട്ടറി സതീഷ് മറൂട്ടിക്കൽ, ബാബുരാജ്, ശൈലജ, ശ്രീനിവാസൻ, ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാട്ടൂർ എടതിരുത്തി മർച്ചന്റ്സ് അസോസിയേഷൻ കാട്ടൂർ പഞ്ചായത്തിന് മുന്നിൽ ധർണ നടത്തി. പ്ലാസ്റ്റിക് മാലിന്യം കുറവുള്ള കച്ചവടക്കാർക്ക് യൂസർ ഫീ ഇളവ് നൽകുക, പഞ്ചായത്ത് പണം അടയ്ക്കാത്തതിനാൽ നിന്നുപോയ മാർക്കറ്റിലെ കുടിവെള്ള പൈപ്പ് പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ എടതിരുത്തി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജിൽ തേക്കാനത്ത് അധ്യക്ഷനായി. നിയോജകമണ്ഡലം പ്രസിഡന്റ് എബിൻ വെള്ളാനിക്കാരൻ, കാട്ടൂർ എടതിരുത്തി സെക്രട്ടറി ശിവരാമൻ NG, വനിതാ വിംഗ് പ്രസിഡന്റ് ശ്രീദേവി വിജയൻ എന്നിവർ സംസാരിച്ചു. വേൾഡ് മലയാളി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തൃശൂർ റോട്ടറി ക്ലബ് ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷം പ്രൊവിൻസ് പ്രസിഡന്റ് ജോസ് പുതുക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ EV അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CK രാജഗോപാലൻ, ട്രഷറർ TP പ്രകാശൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സുജിത് ശ്രീനിവാസൻ, കാനാട്ട് സുരേന്ദ്രൻ, എബിൻ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി തജ്നീദ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണസംഗമവും അവാർഡ് ദാനവും നടത്തി. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഓണസംഗമം ഉദ്ഘാടനം ചെയ്തു. തജ്നീദ് ക്ലബ് പ്രസിഡന്റ് നിസാർ മരുതയൂർ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന അവാർഡും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു. പാവറട്ടി പഞ്ചായത്ത് മെമ്പർമാരായ സുനിത രാജു, സുധ എന്നിവർ ക്ലബിന്റെ സൌജന്യ വസ്ത്ര വിതരണം നിർവഹിച്ചു. ഷബീർ ഏറത്ത്, ഡോക്ടർ അനീഷ് VR, അഫ്സൽ പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു. അമ്പലപ്പാറ മാധവ സ്പോർട്സ് സിറ്റി ഓൾ കേരള ഓപ്പൺ മെൻസ് ഡബിൾസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ടൂർണമെന്റിൽ ജെയ്സൺ, വിനോദ് എന്നിവർ ചാമ്പ്യന്മാരും വിനോദ് ഷാനു എന്നിവർ റണ്ണേഴ്സ് അപ്പുമായി. ചടങ്ങിൽ ആഗ്രയിൽ നടന്ന നാഷണൽ ലെവൽ വടംവലി മത്സരത്തിൽ കേരള ടീം അംഗമായി പങ്കെടുത്ത് 1ാം സ്ഥാനവും ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ കടമ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളായ ഷാബിനെയും അഭിഷേകിനെയും അനുമോദിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് കാസിം, ക്ലബ് മെമ്പർമാരായ ഷാജി, മണികണ്ഠൻ, ജയൻ, ഇസ്മായിൽ, വ്യാപാരി വ്യവസായി പ്രതിനിധി ഉമ്മർ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി കരുതക്കാടിൽ പുതുക്കിപ്പണിത ബസ് സ്റ്റോപ്പിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന അംഗം KK ഹംസക്കുട്ടി നിർവഹിച്ചു. PU ബീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സെലക്ട് മുഹമ്മദ്, MM മുഹമ്മദ് ബഷീർ, PU സലീം, ഷമീർ മംഗലം, VM ഉമൈർ, അബ്ദുൽ സലീം അത്താണി, EK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പുറനാട്ടുകരയിൽ കുട്ടികൾക്ക് കളിക്കളമൊരുക്കി നിരഞ്ജന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. പുറനാട്ടുകര സംസ്കൃതം കോളേജ് റോഡിലാണ് ചാലക്കൽ ചാക്കൂരു ജേക്കബിന്റെ ഉടമസ്ഥതയിലുള്ള ഏകദേശം 1 ഏക്കറോളം വരുന്ന സ്ഥലത്ത് താൽക്കാലിക ഗ്രൌണ്ട് ഒരുക്കിയത്. നിരഞ്ജന ക്ലബിന്റെ മുൻ താരങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ PS കണ്ണൻ നേതൃത്വം നൽകി. നിരഞ്ജന ക്ലബ് അംഗങ്ങളായ സണ്ണി വാഴപ്പള്ളി, വിനയ് ഫോർട്ട്, KB തിലകൻ, ബിജു, EA സുനിൽ, ജനാർദ്ദനൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ചെറുതുരുത്തി ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഓണം സൌഹൃദ സംഗമം സംഘടിപ്പിച്ചു. ജമാഅത്ത് ഇസ്ലാമി ചെറുതുരുത്തി ഘടകം പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി വെട്ടിക്കാട്ടിരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PM അലി അധ്യക്ഷത വഹിച്ചു. ഉരട്ടയേട് പ്രധാന അധ്യാപകൻ നീലാംബരൻ, വായനശാല സെക്രട്ടറി മോഹൻദാസ്, പുതുശ്ശേരി പാടശേഖര സമിതി അംഗം രാജഗോപാലൻ, ദേശമംഗലം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PS ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. പുരോഗമന
കലാ സാഹിത്യ സംഘം നാട്ടിക മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഓർമ്മ പുതുക്കൽ സംഘടിപ്പിച്ചു. കയ്പമംഗലം കാളമുറിയിൽ നടന്ന പരിപാടി കവിയും എഴുത്തുകാരനുമായ PN ഗോപികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാ സാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് അരവിന്ദൻ പണിക്കശ്ശേരി അധ്യക്ഷനായി. അമൽ സി രാജൻ, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, PV സന്തോഷ്, തന്ത്രികൾ സിറാജുദ്ദീൻ സഖാഫി, ജയന്തൻ പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ ഒരു കാര്യമാണ് എന്ന് നമുക്കറിയാം. സഖാവ് ലോറൻസ് മതങ്ങൾ തിരിക്കുന്നു, മനുഷ്യൻ മതങ്ങൾ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. പടിയം സ്പോർട്സ് അക്കാദമി 3ാം വാർഷികാഘോഷം ഫോക്ലോർ അവാർഡ് ജേതാവ് സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. PSA പ്രസിഡന്റ് സുധീഷ് K. സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. നടനും ഗായകനുമായ പ്രമോദ് പടിയത്തിനെ ചടങ്ങിൽ ആദരിച്ചു. CV സാബു, അജയൻ കൊച്ചത്ത്, രമേശ് വാസു, സജിത് ഷൺമുഖൻ തുടങ്ങിയവർ സംസാരിച്ചു. വൈവിധ്യമാർന്ന പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് തൃശൂർ കാൽഡിയൻ സിറിയൻ സ്കൂളിലെ 88-89 SSLC ബാച്ച് സൌഹൃദം കൂട്ടായ്മയുടെ സംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും കുന്നംകുളം ASIയുമായ സുഭാഷ് ഉദ്ഘാടനം നിർവഹിച്ചു. CJ ജെൻസൺ അധ്യക്ഷത വഹിച്ചു. സൌഹൃദം കൂട്ടായ്മ പ്രവർത്തകരായ C സൈമൺ, രാജേഷ് കണ്ണംകുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചാരിമേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രാങ്കണത്തിൽ നടന്നു. വാദ്യകലാകാരനും മേള പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ പഞ്ചാരി അഭ്യസിച്ച 11 വിദ്യാർത്ഥികളാണ് പതികാലം മുതൽ കൊട്ടിക്കയറി അരങ്ങേറ്റം കുറിച്ചത്. പെരുവനം കുട്ടന്മാരാർ അരങ്ങേറ്റമേളം ഉദ്ഘാടനം ചെയ്തു. ചീക്കാമുണ്ടി ക്ഷേത്രം പ്രസിഡന്റ് NP ശിവൻ പെരുവനം കുട്ടന്മാരാരെ പൊന്നാട അണിയിച്ചു. കുറുങ്കുഴൽ, കൊമ്പ്, വലം, തലം, ഇലത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, ഊരകം നാരായണൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കല്ലൂർ രഘു എന്നിവർ നേതൃത്വം നൽകി. കിഴ്പുള്ളിക്കര നളന്ദ ഹൈസ്കൂളിലെ 1985, 1986 പൂർവ്വ വിദ്യാർത്ഥി സംഗമം സുബീഷ് സോപാന സംഗീതം ആലപിച്ച് ഉദ്ഘാടനം ചെയ്തു. ഷേർലി പ്രേമൻ അധ്യക്ഷത വഹിച്ചു. ജയാനന്ദൻ, ബിന്ദു, ഡോക്ടർ മീർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6980, പവന് 55,840. വെള്ളി ഗ്രാമിന് 96, പ്ലാറ്റിനം ഗ്രാമിന് 3326 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ട. നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 7.5 ലക്ഷം രൂപ വില മതിക്കുന്ന കഞ്ചാവ് പിടിച്ചെടുത്തു. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ADGP സമർപ്പിച്ച റിപ്പോർട്ടിൽ IGക്കും DIGക്കും ക്ലീൻ ചീറ്റ്. IG സേതുരാമൻ, DIG അജിത ബീഗം എന്നിവരെക്കുറിച്ച് റിപ്പോർട്ടിൽ പരാമർശമില്ല. CPI മുഖപത്രത്തിൽ ADGPക്ക് പരിഹാസം. വടക്കാഞ്ചേരി പരുത്തിപ്രയൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിൽ ഇടിച്ചു കയറി അപകടം. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അഴീക്കോടൻ രാഘവന്റെ രക്തസാക്ഷിത്വ വാർഷിക ദിനം ഇന്ന് ആചരിക്കുന്നു. തൃശൂരിൽ വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.